ഞാൻ അറിഞ്ഞിടത്തോളം വളരെ ലാഭത്തിലും സൽപ്പയിലും നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. ഉദ്ഘാടനം ചെയ്തത് ഞാൻ തന്നെയാണ്. അന്ന് എൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. ഒന്നാലോചിച്ചാൽ ലക്ഷ്മിയുടെ ഓഫറാണ് കറക്റ്റ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ത് വേണ്ടി വരുമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അവർ ഓഫർ ചെയ്തു, കൊള്ളാമെന്ന് തോന്നി, ഞാൻ സമ്മതിച്ചു. അതുപോരാ. കാര്യം എൻ്റെ സ്നേഹിതനാണ് അനന്തനെങ്കിലും കറ തീർന്ന ബിസിനസ്സുകാരനാണ്. നീ അവിടെ ജോയിൻ ചെയ്യുന്നെങ്കിൽ അതിനു മുമ്പ് കൃത്യമായ രേഖ ഉണ്ടാവണം. അതൊക്കെ ഇപ്പോഴേ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അച്ഛാ? ലെറ്റ് മീ ജോയിൻ ഫസ്റ്റ്. മണ്ട, വടാശ്ശേരി നീലകണ്ഠൻ നമ്പൂരുടെ മകൻ കള്ളുഷാപ്പുകാരനും അവന്റെ ആട്ടക്കാരിക്കും കൂലിക്ക് കുടലൂതാൻ പോയെന്ന് പറയും നാട്ടുകാർ. നീ ആരും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിന്റെ തൊഴിൽ അതായിത്തീരും. മുദ്രക്കടലാസ് വേണം നമ്മുടെ കയ്യിൽ, റിട്ടൺ ഡോക്യുമെന്റ്സ്. വരട്ടെ, ഞാൻ തന്നെ പതുക്കെ അനന്തനോട് പറയാം. പാവം മുരളി വലിയ പ്രതീക്ഷയിലായിരുന്നു. അവനെ നിരാശപ്പെടുത്തണ്ട. ലെറ്റ് ഹിം പ്രൊസീഡ്. എന്തിന്? എന്തുറപ്പിന്മേൽ? നീ ഇല്ലല്ലോ. അവനൊരു ജീവിതമാർഗം വേണ്ടേ? ചെറിയ തോതിൽ തുടങ്ങട്ടെ. അവനും നമ്മുടെ കുട്ടിയല്ലേ. നമ്മുടെ എന്ന് പറയുമ്പോ എന്റെ മകളുടെ മകൻ, അണാപൈസ കണക്ക് പറഞ്ഞ് വീതം മേടിച്ചു പോയ മാധവന്റെ മകൻ. മക്കളെക്കാ വിശ്വസിച്ചിരുന്ന മാധവനെ. മുരളി എന്റെ കൊച്ചുമനാണെങ്കിലും രക്തം അവന്റെ അല്ലേ. അടയ്ക്കാമർത്തിന് തേങ്ങ ഉണ്ടാവില്ലല്ലോ. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒന്നില്ല കയ്യിലെ, വല്ല പണിക്കും പോട്ടെ. പ്രീ ഡിഗ്രിക്ക് വട്ടപൂജ്യം വാങ്ങിച്ചവനെ മണിപ്പാൽ വിട്ട് എഞ്ചിനീയറാക്കാൻ ലക്ഷങ്ങൾ എത്ര മുടക്കുന്നറിയാമോ ഞാൻ? ആ നന്ദിയില്ല ചെക്കന്, എനിക്കറിയാം. നട്ടുച്ചയായാലും കിടക്കപ്പായ എണീക്കാത്തവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സാധകം, കുളി, ജപം, തേവാരം അതൊക്കെ പോരാഞ്ഞിട്ട് അപ്പുണ്ണിയെ കൂടി വെട്ടിച്ച് അച്ഛന്റെ കൂട്ടത്തിൽ ഒരു മോർണിംഗ് വാക്കും പാര എനിക്കിട്ടാവുമെന്നാ ഞാൻ കരുതിയത്. ഉറപ്പിക്കാൻ വരട്ടെ, നാളെ നമുക്കിട്ടും ആയിക്കൂടുന്നില്ല. ശനിയുടെ സ്വാപഹാരം തൽക്കാലം ഇവന്റെ തലയ്ക്ക് മുകളില. അത് കാരണം ഇവനിട്ട് കിട്ടി. പക്കമേളം പഠിച്ച് പിന്നണി കൂടിക്കോളാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. അയാളിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ചോദിച്ചത് തന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു പോയനെ മുത്തച്ഛൻ. ചെറിയമ്മാവന്റെ കളിയും ചിരിയും കണ്ടപ്പോഴേ അവളങ്ങ് ഉറപ്പിച്ചു. വീട്ടിൽ പോയി വലിയ കോൺട്രാക്ടറുടെ ഭാര്യയുടെ റോളും അഭിനയിച്ചിട്ട് വന്നിരിക്കുക. ഛേ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പോയി. ഒരുപാട് പേരോട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 4-5 ലക്ഷം രൂപ മതി, കടമായിട്ട് മതി. കെട്ടുതാലി ആരെങ്കിലും പണയം വെച്ചാ അതിന്റെ മാറ്റൊരച്ച കല്ലൂടെ കാണണം എന്റെ അമ്മായി അച്ഛന്. 10 പൈസ അദ്ദേഹം അറിയാതെ ബാങ്കിന് ആർക്കും തൊടാൻ പറ്റില്ല. ദാമോട്ടിനാവുമ്പോ പെട്ടെന്ന് പിടികൊടുക്കാതെ ഒന്നങ്ങോട്ട് തിരിക്കാൻ മറിക്കാവാലോ. ഓഹോ, ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വരുത്തി അത് കണ്ട് രസിക്കാതിരിക്കാ നിങ്ങള്? എന്റെ പൊന്നു മോനെ, നീ അച്ഛന്റെ കാല് പിടി, ഒന്നുകൂടെ മുറുക്ക പിടി, അല്ലാതെ വേറെ വഴിയില്ല. വാടി. മുരളി, എടാ മുരളി, നീ എന്തായി കാണിക്കുന്നേ? പോകുന്നു. എങ്ങോട്ട്? ജയയുടെ വീട്ടിലേക്ക്. അമ്മയെ ക്ഷണിക്കാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ വരണ്ട. നീലകണ്ഠം ഭാഗവതരുടെ നിഴല് തണുപ്പ് കൂടും അല്ലേ? മുരളി, ഒരാവേശത്തിന് അവിവേകം കാണിക്കരുത്. ഈ എച്ചിൽ വെക്കാൻ ഇനി ഞാനില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ ഭാഗവതരുടെ വേറെ ചെറുമക്കള്. അവരെയൊക്കെ നോക്കാൻ തന്തമാരുണ്ട്. എനിക്കതില്ല. അതെനിക്ക് ശരിക്കും ഇപ്പോഴും അങ്ങോട്ട് ബോധ്യമായത്. മുരളി പിണങ്ങി പോവുക. അവനെല്ലാം പാക്ക് ചെയ്യുന്നു. ജയയുടെ വീട്ടിലേക്ക്. പണ്ടൊരുത്തം പോയ പോലെ ഭാരിച്ചൊന്നും കെട്ടിപ്പറക്കാനില്ലല്ലോ, തിരിച്ചു വരും. മോനെ ദത്ത, നീയെങ്കിലും വന്ന് അവനോടൊന്ന് പറ. അച്ഛാ, ഇത് കുറച്ച് വെറും പണത്തിന്റെ പ്രശ്നമാണ്. വാശി കളയണം. അവനും ഇല്ലേ ഒരു പ്രസ്റ്റീജ്. പ്ലീസ്. വെറും പണത്തിന്റെ പ്രശ്നമോ? തന്റെ ഉണ്ടോ കുറച്ച് വെറും പണം എടുക്കാൻ? ഉണ്ടായിക്കോട്.
ചിങ്ക ഡോണ്ട് ബി സില്ലി. എനിക്ക് ആകെയുള്ള സമ്പാദ്യം ബിസിനസ് ഒന്ന് തുടങ്ങി വെക്കുന്ന എനിക്ക് ഇത് മതിയാവും. വാങ്ങടാ, എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാക്കാൻ ഞാനല്ല പറയുന്നത്. എന്തിനാ ഇത്? മുറുക്കാൻ കട തുടങ്ങാൻ. നിങ്ങളെ ഞാൻ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു. പഴയ ശീലങ്ങളൊന്നും നീ മറന്നില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി. ഒരാട്ടക്കാരിയെ കണ്ടപ്പോ, അതും ആരെന്റെ ഭാര്യ ഒരാട്ടക്കാരിയെ കണ്ടപ്പോ നീ മറന്നല്ലടാ. നിർത്താ. കൂടെ പോടരുത്, കൂടെ പോലിയിടരുത്. ടേൺ ഹൗൾ. ഔട്ട് ഔട്ട്. ഗുഡ് ഈവനിങ് എന്നല്ല, ഗുഡ് ഈവനിങ്. സേ, തരംഗങ്ങൾ അടങ്ങിയിട്ടില്ല, അടങ്ങില്ല. ഇതെന്റെ കോമ്പോസിഷനാണ്. ഐ പ്ലേഡ് ഇറ്റ്. ദേവദത്തൻ നമ്പൂതിരി, സൺ ഓഫ് നീലകണ്ഠൻ നമ്പൂതിരി, ദി ഗ്രേറ്റ് മ്യൂസിഷ്യൻ. പ്ലീസ് കം. വരൂ, നമുക്ക് പോവാം. Don't touch me. അയ്യോ, ഇതെന്ത് പറ്റിയാണെന്തേട്ടാ? പറയാം. നീ റൂം റെഡിയാക്ക് വേഗം.
Merci, monsieur. ഇത്രയ്ക്കങ്ങ് കുടിക്കാൻ എന്താ പ്രൊവക്കേഷൻ? കുടിക്കാറില്ലെന്നാണല്ലോ പറഞ്ഞത്. ആവും. ഞാൻ കണ്ടപ്പോ ഈ കണ്ടീഷനില്ല. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത്രേ. Yes. ഈ കോലത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്ന ഒന്ന് ഉറങ്ങി തെളിയട്ടെ. ഹലോ, അച്ഛൻ ഉറങ്ങി. വിളിക്കണോ? ശരി ശരി, ഞാൻ പറയാം. ലക്ഷ്മി ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ല. ശരി, ഗുഡ് നൈറ്റ്. ആരാ? അവളാ ആ രാജലക്ഷ്മി. ബാലയടുത്തൊരു ഇൻറ്റ്യൂഷൻ അപാരം. അനന്തന്റെ വീട്ടിൽ നിന്ന് പാട്ടോ കൂത്തോ ഡിസ്കഷനോ എന്തോ ഉണ്ടെന്ന്. ദത്തനെ രാവിലെ പ്രതീക്ഷിച്ചാ മതിയെന്ന്. അനന്തനല്ലേ അവിടെ? ആവോ, ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടു. ഒരു ഗുഡ് നൈറ്റും പറഞ്ഞു. വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തിനാ തലയിടുന്നേ? ഗുഡ് മോർണിംഗ്. എപ്പോഴാ ഉണർന്നത്? നേരത്തെ വിളിക്കായിരുന്നില്ലേ? വളരെ നേരത്തെ, ഒരു 3:30 കാണും. അത്ര നേരത്തെയോ? എന്താ, ഉറങ്ങിയില്ലേ? ഇടയ്ക്ക് ഉണർന്നതാ, പിന്നെ ഉറങ്ങിയില്ല. അനന്തേട്ടൻ എണീറ്റില്ലേ? പുള്ളിക്കാരൻ അല്പം കൂടെ വൈകും. പതിവ് സമയം ആകുന്നേ ഉള്ളൂ. ബോറായി, സർവത്ര ബോറായി. ഉണർന്ന് വെളിവ് വീണപ്പോ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് ഓടിയാലോന്ന് തോന്നിപ്പോയി. ഓട്ടം ജോഗിങ് ആണെങ്കിലും ഓക്കെ. ഇനി അതല്ല ഒളിച്ചോട്ടമാണെങ്കിൽ ചതിക്കല്ലേ. ഞാൻ പരമാവധി പബ്ലിസിറ്റി കൊടുത്തിരിക്കുക. എന്തിന്? ആഹാ, ഒറ്റ രാത്രി കൊണ്ട് മറന്നോ എന്നെയും കലാക്ഷേത്രത്തിനെ? രാത്രി അനന്തേട്ടൻ പറഞ്ഞു, പണം അതാണ് ദത്തനെ കുഴയ്ക്കുന്ന പ്രശ്നം. ആര് ചോദിച്ചു പണം? ദത്തന്റെ കഴിവാ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ചോദിച്ചത്. അതുമാത്രം. ഞാൻ ചെല്ലട്ടെ? അനന്തേട്ടൻ എണീറ്റ് കാണും.